നമസ്കാരം. വോട്ട് ഇന്ത്യയിലേക്ക് സ്വാഗതം. പ്രിയങ്കയ്ക്ക് പിന്നാലെ മോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സോണിയും രംഗത്ത്. അറിയാം അതൊക്കെ. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ കള്ളവോട്ട് ചെയ്ത 45 LDF UDF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. UDF പരാതി തോൽവി മുന്നിൽ കണ്ടുള്ള മുൻകൂർ ജാമ്യമെന്ന് CPM. കള്ളവോട്ടിന് പിന്നിൽ CPM ഗുണ്ടായിസമെന്ന് കോൺഗ്രസ്. മോദിക്കും ഗുജറാത്ത് മോഡൽ വികസനത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും സോണിയാഗാന്ധി. गुजरात के नाम पर देश में एक मॉडल भेज रहे हैं, वह है श्री नरेंद्र मोदी के मॉडल। हे भगवान, देश को बचाओ इस तरह के मॉडल से. സോണിയും രാഹുലും മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നോട്ടയ്ക്ക് വോട്ട് കുത്താൻ സമാജ്വാദി പാർട്ടി MLA-മാരുടെ ആഹ്വാനം. സഹോദരൻ BJP-യിൽ ചേർന്നതിൽ പരസ്യമായി ദുഃഖം പ്രകടിപ്പിച്ചു മൻമോഹൻ സിംഗ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹന് മതിയായ അധികാരങ്ങൾ നൽകാത്തതിനാലാണ് എതിർചേരിയിലെത്തിയതെന്ന് സഹോദരന്റെ വിശദീകരണം. ഇടുക്കിയിൽ UDF പരാജയപ്പെട്ടേക്കുമെന്ന മുന്നറിയിപ്പുമായി ഐ ഗ്രൂപ്പ്. തോറ്റാൽ ഉത്തരവാദികൾ PT തോമസും DCC പ്രസിഡന്റുമെന്നും ആരോപണം. വിശദാംശങ്ങളിലേക്ക് പോകാം. കണ്ണൂർ ജില്ലയിൽ വ്യാപക കള്ളവോട്ട് നടന്നെന്ന പരാതിയെ തുടർന്ന് 45 LDF UDF പ്രവർത്തകർക്കെതിരെ കുടിയാൻമല പോലീസ് കേസെടുത്തു. ഇരുവിഭാഗവും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ബൂത്ത് ലെവൽ ഓഫീസർ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. CPM-ന്റെ കോട്ടകളിൽ കള്ളവോട്ട് നടന്നെന്ന ആരോപണമാണ് കോൺഗ്രസ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഉന്നയിക്കുന്നത്. കോൺഗ്രസിന് ഏകപക്ഷീയമായ കോട്ടകൾ ജില്ലയിലില്ലെങ്കിലും ലീഗ് സ്വാധീനമുള്ള മേഖലകൾ ഏറെയുണ്ട്. UDF-ൽ ലീഗ് കള്ളവോട്ട് ചെയ്യുന്നെന്നാണ് CPM ആരോപണം. തളിപ്പറമ്പ്, മാടായി, മാട്ടൂൽ മേഖലകൾ മുസ്ലിം ലീഗിന്റെ സ്വാധീനത്തിലാണ്. അതേസമയം CPM-ന് ജില്ലയിൽ ഒട്ടേറെ പാർട്ടി ഗ്രാമങ്ങൾ തന്നെയുണ്ട്. പാർട്ടി കോട്ടകളിൽ എതിർ സ്ഥാനാർത്ഥിയുടെ ബൂത്ത് ഏജന്റിനെ ഇരുത്താൻ പോലും ഇരുകൂട്ടരും അനുവദിക്കാറില്ല. ബലം പ്രയോഗിച്ച് ബൂത്ത് പിടിക്കുന്ന സംഭവങ്ങൾ അടുത്ത കാലത്ത് ഉണ്ടാകാറില്ലെങ്കിലും വോട്ടേഴ്സ് സ്ലിപ്പിൽ കൃത്രിമം കാണിച്ചും വ്യാജരേഖ ചമച്ചും ആളുമാറിയുമൊക്കെ കള്ളവോട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ആരോപണം. കള്ളവോട്ടിന്റെ പേരിൽ 1992-ൽ CPM MLA-യെ ഹൈക്കോടതി അയോഗ്യനാക്കിയിരുന്നു. 1991-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടക്കാട് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി K. സുധാകരനെതിരെ മത്സരിച്ച CPM-ന്റെ O. ഭരതൻ 219 വോട്ടിനാണ് വിജയിച്ചത്. 3000-ഓളം വ്യാജ വോട്ടുകൾ പട്ടികയിൽ ചേർത്ത് CPM കള്ളവോട്ട് ചെയ്തെന്ന് കാണിച്ച് K. സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചു. 3000 മേൽവിലാസത്തിലേക്കും കത്തയച്ചു മടങ്ങി വന്നതിന്റെ തെളിവ് സഹിതമാണ് K. സുധാകരൻ കോടതിയിലെത്തിയത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ MLA ആയിരുന്ന O. ഭരതനെ അയോഗ്യനാക്കി K. സുധാകരനെ വിജയിയായി ഹൈക്കോടതി പ്രഖ്യാപിച്ചു. എന്നാൽ CPM സുപ്രീം കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങി. വർഷങ്ങളോളം നീണ്ടുനിന്ന വാദത്തിനൊടുവിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ K. സുധാകരൻ കേസിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. കള്ളവോട്ട് ചെയ്തെന്ന പരാതി സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തവണയും ഒട്ടേറെ പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിലും റീപോളിംഗ് എവിടെയും നടന്നിട്ടില്ല. മനോരമ ന്യൂസ്, കണ്ണൂർ. കള്ളവോട്ട് ആരോപണവുമായി കോൺഗ്രസും CPM-ഉം രംഗത്തെത്തിയതോടെ വോട്ടെണ്ണലിന് മുമ്പ് കണ്ണൂരിൽ വീണ്ടും രാഷ്ട്രീയം ശക്തമായി. കണ്ണൂർ മണ്ഡലത്തിലെ തോൽവി മുന്നിൽ കണ്ടുള്ള മുൻകൂർ ജാമ്യമാണ് UDF-ന്റേതെന്ന് CPM ആരോപിച്ചു. എന്നാൽ പതിവ് പോലെ ഗുണ്ടായിസത്തിലൂടെ CPM കള്ളവോട്ട് ചെയ്തെന്ന് ആരോപിച്ച് UDF സുരക്ഷയൊരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്നും കുറ്റപ്പെടുത്തി. 43,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ജയിച്ച K. സുധാകരന് ഇത്തവണ ഭൂരിപക്ഷം 10,000-ആയി കുറയുമെന്ന് കോൺഗ്രസ് തന്നെ വിലയിരുത്തുന്നു. എന്നാൽ തോൽവി മുന്നിൽ കണ്ടുള്ള K. സുധാകരന്റെ മുൻകൂർ ജാമ്യമാണ് കള്ളവോട്ട് ആരോപണമെന്ന് CPM കുറ്റപ്പെടുത്തുന്നു. 103 ബൂത്തിൽ കള്ളവോട്ട് നടന്നെന്ന UDF ആരോപണം അടിസ്ഥാനരഹിതമാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ ടാഗോർ വിദ്യാനഗറിലെ 5 ബൂത്തുകളിലും സിദി സാഹിബ് കോളേജിലെ 3 ബൂത്തുകളിലും ഉൾപ്പെടെ തളിപ്പറമ്പിൽ മാത്രം കോൺഗ്രസ് 12 ബൂത്തുകളിൽ കള്ളവോട്ട് ചെയ്തതിന് തെളിവുണ്ടെന്ന് P. ജയരാജൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ UDF ആണ് കള്ളവോട്ട് ചെയ്തത് എന്ന യാഥാർത്ഥ്യം കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും. K. സുധാകരൻ ജയിക്കില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി P. രാമകൃഷ്ണൻ തന്നെ പറഞ്ഞു കഴിഞ്ഞതായും ജയരാജൻ പറഞ്ഞു. അതേസമയം കേന്ദ്രസേനയെ ഇറക്കിയിട്ട് പോലും കള്ളവോട്ട് തടയാൻ കഴിഞ്ഞില്ലെന്ന് UDF കുറ്റപ്പെടുത്തുന്നു. മരിച്ചവരും വിദേശത്തുള്ളവരുമെല്ലാം എത്തി CPM-ന് വോട്ട് ചെയ്തെന്നും പരാതിയിൽ DCC ചൂണ്ടിക്കാണിക്കുന്നു. കള്ളവോട്ട് ചെയ്തവർക്കെതിരെ നിയമപ്രകാരമുള്ള ശിക്ഷ എന്താണോ ആ ശിക്ഷ അവർക്ക് ലഭ്യമാകണം. 2 വർഷം കഠിന തടവും അതിനനുസൃതമായ പിഴയും വരുന്ന ഒരു നിയമം വന്നാൽ, ആ നിയമം നടപ്പിലായാൽ സ്വാഭാവികമായും കള്ളവോട്ട് എന്ന് പറയുന്ന പ്രക്രിയ കണ്ണൂരിൽ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ബൂത്ത് ലെവൽ ഓഫീസർമാർ വരെ CPM-ന് ഒത്താശ ചെയ്തെന്ന് കോൺഗ്രസും കുറ്റപ്പെടുത്തുന്നു. കള്ളവോട്ട് ചെയ്തവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി തെളിവുകൾ സംഘടിപ്പിച്ച് കോടതിയെ സമീപിക്കാനുള്ള തിരക്കിലാണ് ഇരുമുന്നണികളും. മനോരമ ന്യൂസ്, കണ്ണൂർ. നരേന്ദ്രമോദിക്കും ഗുജറാത്ത് മോഡൽ വികസനത്തിനും എതിരെ രൂക്ഷ വിമർശനവുമായി സോണിയാഗാന്ധി വീണ്ടും. ഗുജറാത്ത് മോഡൽ വികസനം രാജ്യത്തെ ശിഥിലീകരിക്കുമെന്ന് പറഞ്ഞ സോണിയ ഇതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്നും വ്യക്തമാക്കി. പഞ്ചാബിലെ ബർണാലയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ.
നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലേറിയാൽ ഗുജറാത്ത് മോഡൽ വികസനം നടപ്പാക്കുമെന്ന പ്രഖ്യാപനത്തിന് മറുപടിയായാണ് സോണിയാഗാന്ധിയുടെ വിമർശനം. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഗുജറാത്ത് മോഡലിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും ഇതിനുവേണ്ടി താൻ പ്രാർത്ഥിക്കുകയാണെന്നും സോണിയ പറഞ്ഞു. भाजपा के मुख्य प्रचारक गुजरात के नाम पर देश में एक मॉडल भेज रहे हैं, वह है श्री नरेंद्र मोदी के मॉडल. आपको मालूम है उस मॉडल के गुजरात में क्या हो रहा है? 50 सालों से बसें हमारे सिख भाई बहनों को वहां से दाखिल कर रही हैं. हे भगवान, देश को बचाओ इस तरह के मॉडल से. ബി.ജെ.പി. കൊട്ടിഘോഷിക്കുന്ന ഗുജറാത്ത് മോഡൽ വികസനം ജനങ്ങൾക്ക് ദുരിതം മാത്രമാണ് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഗുജറാത്തിൽ അധിവസിക്കുന്ന സിഖ് സമൂഹം സംസ്ഥാനം വിടേണ്ട അവസ്ഥയിലാണെന്നും സോണിയ ആരോപിച്ചു. പഞ്ചാബിലെ മാൽവ മേഖലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനെത്തിയതായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ. പഞ്ചാബിലെ അകാലിദൾ ബി.ജെ.പി. സഖ്യം തെരഞ്ഞെടുപ്പിൽ കടുത്ത തിരിച്ചടി നേരിടുമെന്ന് സോണിയ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്. ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നോട്ടയ്ക്ക് വോട്ട് കുത്താൻ സമാജ്വാദി പാർട്ടി എംഎൽഎമാരുടെ ആഹ്വാനം. രണ്ടിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടെന്ന സമാജ്വാദി പാർട്ടിയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യാനില്ലെന്ന നിലപാടുമായി പാർട്ടി എംഎൽഎമാർ രംഗത്തെത്തിയത്. എംഎൽഎമാരുടെ ആഹ്വാനത്തെപ്പറ്റി പാർട്ടി അധ്യക്ഷൻ മുലായം സിംഗ് യാദവും മൗനം പാലിക്കുകയാണ്. സോണിയയുടെ സ്വന്തം റായ്ബറേലി, രാഹുലിന്റെ അമേത്തി. പതിവ് പോലെ ഇക്കുറിയും നെഹ്റു കുടുംബത്തിന്റെ ഈ പരമ്പരാഗത മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല മുലായം സിംഗ് യാദവിന്റെ സമാജ്വാദി പാർട്ടി. തിരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞേക്കാവുന്ന സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തെ പിണക്കാൻ മുലായം തയ്യാറാകാത്തത്. പക്ഷേ കോൺഗ്രസിനോടുള്ള മുലായത്തിന്റെ ഈ സ്നേഹം സമാജ്വാദി പാർട്ടിയിലെ എംഎൽഎമാർക്കില്ല. രണ്ടിടത്തും സ്വന്തം സ്ഥാനാർത്ഥിയില്ലെങ്കിലും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വയ്യെന്നാണ് ഇവിടുത്തെ സമാജ്വാദി എംഎൽഎമാരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ രണ്ടിടത്തും നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനാണ് പാർട്ടി പ്രവർത്തകരോടുള്ള എംഎൽഎമാരുടെ ആഹ്വാനവും. തിരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിക്കും രാഹുലിനും പിന്തുണ നൽകിയാലും 2 വർഷത്തിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എസ്.പിക്കെതിരെ മത്സരിക്കുമെന്ന് എംഎൽഎമാർ പറയുന്നു. അതുകൊണ്ടാണ് നോട്ടയ്ക്ക് വോട്ട് കുത്താനുള്ള ആഹ്വാനമെന്നും എംഎൽഎമാർ വാദിക്കുന്നു. രണ്ടിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എന്നല്ലാതെ കോൺഗ്രസിന് പിന്തുണ നൽകാൻ മുലായം പറഞ്ഞിട്ടില്ലെന്നതും നോട്ടയ്ക്ക് വോട്ട് കുത്താനുള്ള സമാജ്വാദി എംഎൽഎമാരുടെ വാദത്തിന് ബലമേകുന്നു. മനോരമ ന്യൂസ്, ഡൽഹി. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അർദ്ധ സഹോദരൻ ബി.ജെ.പിയിലേക്ക് ചേക്കേറിയ സംഭവമായിരുന്നു രാഷ്ട്രീയ ഉപചാലകളിലെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. നരേന്ദ്രമോദിക്കൊപ്പം കൂടിയതിലെ ദുഃഖം പരസ്യമായി പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രംഗത്തെത്തി. അതേസമയം പ്രധാനമന്ത്രി എന്ന നിലയിൽ കോൺഗ്രസ് മൻമോഹന് മതിയായ അധികാരങ്ങൾ നൽകാത്തതിനാലാണ് താൻ ബി.ജെ.പിയിൽ ചേർന്നതെന്നാണ് അർദ്ധ സഹോദരൻ ദൽജിത് സിംഗ് കോഹ്ലിയുടെ വിശദീകരണം. मनमोहन सिंह जी जेडे देश के प्रधानमंत्री ने उन्होंने भाई साहब भारतीय जनता पार्टी च शामिल हो रहे ने. പ്രത്യേകിച്ചൊരു രാഷ്ട്രീയവുമില്ലാതെ അത്യാവശ്യം കച്ചവടവുമായി കഴിഞ്ഞിരുന്ന ദൽജിത് സിംഗ് പൊതു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ബി.ജെ.പി. പാളയത്തിലേക്ക് ചേക്കേറിയത് കോൺഗ്രസിനെയും പ്രധാനമന്ത്രി മൻമോഹനെയും ശരിക്കും ഞെട്ടിച്ചു. പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയിൽ നിന്നാണ് ദൽജിത്ത് ബി.ജെ.പി. അംഗത്വം സ്വന്തമാക്കിയത്. മോദി തരംഗം വെറും മാധ്യമ സൃഷ്ടിയെന്ന് പറഞ്ഞ് മൻമോഹൻ നാവടക്കും മുമ്പേ അദ്ദേഹത്തിന്റെ സഹോദരനെ തന്നെ സ്വന്തം ടീമിലെത്തിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ബി.ജെ.പി. പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹന് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ലെന്നും ഇതാണ് ബി.ജെ.പിയിൽ ചേരാൻ തന്നെ നിർബന്ധിതനാക്കിയതെന്നുമാണ് ദൽജിത്തിന്റെ വാദം. उनके लिए मैं यही इतना ही कह सकता हूँ, वो जो करना चाहते थे वो उनकी पार्टी की वजह से या उनके अलायंस की वजह से नहीं हो पाया. और आई होप मतलब मोदी साहब आएंगे तो जो उनके बचे काम है वो करेंगे. അതേസമയം ഏത് രാഷ്ട്രീയം സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാൻ ദൽജിത്തിന് എല്ലാ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പക്ഷേ ബി.ജെ.പിയിൽ ചേരാനുള്ള സഹോദരന്റെ തീരുമാനത്തിൽ ദുഃഖമുണ്ടെന്നും പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ ബന്ധുക്കളെയും മറ്റു പാർട്ടിക്കാരെയും വിലയ്ക്ക് വാങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് ബി.ജെ.പിയും നരേന്ദ്രമോദിയും എന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. മനോരമ ന്യൂസ്, ഡൽഹി. അമൃത്സറിൽ നരേന്ദ്രമോദി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ചാണ് ദൽജിത്ത് ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ചത്. രാജ്യ താൽപര്യം മുൻനിർത്തിയാണ് ബി.ജെ.പിയിൽ ചേർന്നതെന്നാണ് ദൽജിത് സിംഗിന്റെ വിശദീകരണം. ശിരോമണി അകാലിദൾ ബി.ജെ.പി. സഖ്യം അമൃത്സറിൽ സംഘടിപ്പിച്ച കൂറ്റൻ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് മൻമോഹൻ സിംഗിന്റെ അർദ്ധ സഹോദരനായ ദൽജിത് സിംഗ് ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ചത്. പഞ്ചാബ് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. കോൺഗ്രസ് പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ച ദൽജിത്ത് പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗിന് പാർട്ടി ഒരിക്കലും പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തി. രാജ്യതാൽപര്യം മുൻനിർത്തിയാണ് താൻ ബി.ജെ.പിയിൽ ചേരുന്നതെന്നും അമൃത്സറിലെ ഓട്ടോമൊബൈൽ വ്യവസായിയായ ദൽജിത് സിംഗ് പറഞ്ഞു.
ദൽജിത്തിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി പ്രഖ്യാപിച്ച നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സേവനം ബിജെപിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് മോദി തരംഗമില്ലെന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അഭിപ്രായപ്പെട്ടതിന് തൊട്ടുപിന്നാലെ അദ്ദേഹത്തിന്റെ സഹോദരൻ ബിജെപി പാളയത്തിലെത്തിയത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പഞ്ചാബിൽ ദൽജിത്തിന്റെ വരവ് അമൃത്സർ അടക്കമുള്ള നഗരപ്രദേശങ്ങളിൽ ഗുണം ചെയ്യുമെന്നാണ് അകാലിദൾ ബിജെപി സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് മനോരമ ന്യൂസ്. ബിജെപിയുമായുള്ള സഖ്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് TDP നേതാവ് ചന്ദ്രബാബു നായിഡു. സഖ്യം ശക്തമാണെന്നും തെരഞ്ഞെടുപ്പ് തൂത്തുവാരുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ബിജെപിയുമായി നേരത്തെ ചില സീറ്റുകളുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ചെന്നും സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ചന്ദ്രബാബു നായിഡു പറഞ്ഞു. The need of the hour is Narendra Modi has to become the Prime Minister, and at the same time Telugu Desam and also BJP, that is NDA, it is a winning combination. We are confident in Andhra also will sweep the polls. വിശദാംശങ്ങളുമായി ഹൈദരാബാദിൽ നിന്ന് ജയമോഹൻ നായർ ചേരുന്നു. ജയമോഹൻ, ബിജെപിയുമായുള്ള സഖ്യത്തെക്കുറിച്ചും ഒപ്പം TDPയുടെ ആത്മവിശ്വാസത്തെക്കുറിച്ചും എന്തൊക്കെ ചന്ദ്രബാബു നായിഡു എടുത്തുകാട്ടുന്നുണ്ട്? ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. കാരണം 10 വർഷമായി സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും അധികാരത്തിൽ യാതൊരു പങ്കുമില്ലാതെ നിൽക്കുന്ന നേതാവാണ് അദ്ദേഹം. എന്നാൽ ഈ ബന്ധം BJPയുമായുള്ള ബന്ധം പ്രഖ്യാപിച്ചത് മുതൽ ഒട്ടനവധി പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടിയിരുന്നത്. കാരണം BJP ഒരു വർഗീയ പാർട്ടിയാണെന്നും ആ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കിയതാണ് തന്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തെറ്റെന്നും കഴിഞ്ഞ വർഷം വരെ പറഞ്ഞുകൊണ്ടിരുന്ന നേതാവായിരുന്നു നായിഡു. അദ്ദേഹം ഇത്തരത്തിലൊരു ബന്ധത്തിലേക്ക് പോയത് കാരണം സ്വന്തം പാർട്ടിയിലെ അണികളിൽ നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. സീമാന്ധ്രയിൽ പല ഭാഗത്തും സ്വന്തം പാർട്ടി ഓഫീസുകൾക്ക് നേരെ അക്രമമുണ്ടാകുന്നതും നായിഡുവിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധം ഉണ്ടാകുന്നതും ഒക്കെ കാണേണ്ടി വന്നു. ഇതിൽ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നായിഡുവിന്റെ കുടുംബ വഴക്കുകളും വിഷയമായി വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരി പുരന്തേശ്വരിക്ക് BJP ടിക്കറ്റ് നൽകിയത് നായിഡുവിന് ഇഷ്ടപ്പെടാതെ അതിനെതിരെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 3 സീറ്റുകളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് BJP നിർത്തിയിരിക്കുന്നത് എന്ന് പരസ്യമായി അദ്ദേഹത്തിന് പറയേണ്ടിയും വന്നു. അത്തരത്തിൽ വളരെ മോശമായ ഒരു കാലാവസ്ഥയിലാണ് BJP TDP സഖ്യം ആന്ധ്രയിൽ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിന്റെ അപകടം നായിഡു ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം അതിൽ നിന്ന് കോൺഗ്രസോ അതുപോലെ തന്നെ സീമാന്ധ്രയിലാണെങ്കിൽ YSR കോൺഗ്രസും ഒക്കെ പ്രയോജനം പറ്റാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ്, അതല്ലാതെ BJPക്കൊപ്പം നിൽക്കുന്നു എന്നൊരു സന്ദേശം ആ സഖ്യത്തിലൂടെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന സന്ദേശം നൽകാൻ ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ BJPയുടെ ഇവിടെ നടന്ന സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ മോദി തരംഗത്തിൽ നിന്നുണ്ടാകുന്ന ശുഭപ്രതീക്ഷ, ഇതെല്ലാം തനിക്ക് കൂടി അനുകൂലമാക്കി മാറ്റാനും എത്രയും കൂടുതൽ സീറ്റുകൾ നേടി കേന്ദ്രത്തിൽ സ്വാധീനമുള്ള ഒരു ശക്തിയായി മാറാനും ഒപ്പം സീമാന്ധ്രയിൽ അധികാരം പിടിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നായിഡുവിന്റെ ഇന്നത്തെ ഈ പ്രതികരണങ്ങൾ. ജയമോഹൻ, എന്തൊക്കെ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അവിടെ പ്രചാരണ രംഗത്ത് സജീവമാകുന്നുണ്ട്? TDPയുടെ കാര്യമാണെങ്കിൽ ഒരുപക്ഷെ മോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം പോലുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു വിഷയത്തെ എങ്ങനെ TDP സമീപിക്കുന്നു? ഒപ്പം മറ്റെന്തൊക്കെ പ്രചാരണ വിഷയങ്ങൾ ആന്ധ്രയിൽ സജീവമായിട്ടുണ്ട്? ഫിജി, ആന്ധ്രയെ നമ്മൾ രണ്ടായി തന്നെ കാണണം. സാങ്കേതികമായി ഒറ്റ സംസ്ഥാനമായി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എങ്കിൽ പോലും തെലങ്കാനയിൽ സീമാന്ധ്രയുമായി തന്നെ നമ്മൾ മാറ്റിക്കാണണം. ഇതിൽ തെലങ്കാനയിൽ നേരിട്ടുള്ള പോരാട്ടം TRSും തമ്മിലാണ് നടക്കുന്നത്. അവിടെ TDPയും BJPയും 3ാം സ്ഥാനത്തെ ഇപ്പോൾ സ്ഥാനമുള്ളൂ. അവിടെ TDP നേരിടുന്ന പ്രധാന പ്രശ്നം തെലങ്കാന സംസ്ഥാന രൂപീകരണത്തെ എതിർത്ത പാർട്ടി എന്ന നിലയിൽ തെലങ്കാനയിൽ അവർക്ക് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നില്ല. നായിഡുവിന്റെ പ്രതീക്ഷകൾ മുഴുവനും സീമാന്ധ്രയിലാണ്. അവിടെ അദ്ദേഹം നേരിടുന്നത് YSR എന്ന പാർട്ടിയാണ്. YSRന്റെ മകൻ ജഗനുമായുള്ള നേരിട്ടുള്ള പോരാട്ടത്തിലാണ് അദ്ദേഹം ഏർപ്പെടുന്നത് സീമാന്ധ്രയിൽ. സീമാന്ധ്രയുടെ മുഖ്യമന്ത്രി സ്ഥാനം, ഒപ്പം ലോക്സഭയിൽ ഒരു പ്രധാന കക്ഷി എന്ന സ്ഥാനം, അതാണ് നായിഡു ലക്ഷ്യമിടുന്നത്. തെലങ്കാനയിലെ പ്രധാന വിഷയം ചോദിച്ചപ്പോൾ തെലങ്കാന രൂപീകരണത്തിന്റെ പിതൃത്വം ആർക്ക് എന്നത് സംബന്ധിച്ച ചർച്ചയിലാണ് നിൽക്കുന്നത്. അതേസമയം സീമാന്ധ്രയെ സംബന്ധിച്ച് പുതിയൊരു സംസ്ഥാനമായി മാറുമ്പോൾ അതിന്റെ വികസനം. ശരി ജയമോഹൻ, ടെലിഫോൺ കട്ടായി. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് പോകാം. ആന്ധ്രാപ്രദേശിലെ ഖമ്മം ലോക്സഭാ സീറ്റിൽ രാഷ്ട്രീയ കൂട്ടിന് വിചിത്ര രൂപം. വോട്ടിനായി കൈകോർത്ത് CPIയും കോൺഗ്രസും. വോട്ടുകാഴ്ച കാണാം ഇടവേളയ്ക്ക് ശേഷം.
റിപ്പോർട്ടിന്റെ തുടരുന്നു. ഭൂരിപക്ഷത്തിന്റെ ലോക റെക്കോർഡ് തിരുത്താൻ രാംവിലാസ് പാസ്വാൻ വീണ്ടും ഹാജിപൂരിൽ. കഴിഞ്ഞ തവണത്തെ തോൽവി മറന്നാണ് ബിജെപിയുടെ പിൻബലത്തിൽ പാസ്വാൻ ഒരിക്കൽ കൂടി അംഗത്തിനിറങ്ങിയത്. മകൻ ചിരാഗും ഇക്കുറി മത്സരിച്ചിരുന്നു. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ബീഹാറിലെ ഹാജിപൂർ ഒരു ലോക റെക്കോർഡിന് വേദിയായി. ജനാധിപത്യ വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഭാരതീയ ലോക്ദൾ സ്ഥാനാർത്ഥി രാംവിലാസ് പാസ്വാൻ ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഭൂരിപക്ഷം 4,24,545 വോട്ട്. 12 വർഷത്തിനു ശേഷം പാസ്വാൻ തന്നെ വേണ്ടി വന്നു ആ റെക്കോർഡ് തിരുത്താൻ. 1989 ഭൂരിപക്ഷം 5,448 വോട്ട്. 2004 CPM നേതാവ് അനിൽ ബാസു പിടിച്ചെടുത്ത റെക്കോർഡ് തിരിച്ചുപിടിക്കാനാണ് രാംവിലാസ് പാസ്വാൻ ഇത്തവണ ഹാജിപൂരിൽ രംഗത്തിറങ്ങിയത്. കഴിഞ്ഞ തവണ തോറ്റെങ്കിലും ഇത്തവണത്തെ ആത്മവിശ്വാസത്തിന് കാരണം ബിജെപിയുമായി ഉണ്ടാക്കിയ സഖ്യം തന്നെ. 93കാരനായ സിറ്റിംഗ് MP JDUവിന്റെ രാംസുന്ദർ ദാസാണ് ഇത്തവണയും പാസ്വാന്റെ എതിരാളി. മുൻ മുഖ്യമന്ത്രിയായ ദാസ് കഴിഞ്ഞ തവണ 37,954 വോട്ടിനാണ് പാസ്വാനെ കെട്ടുകെട്ടിച്ചത്. JDU BJP സഖ്യം തകർന്നതും BJP തനിക്കൊപ്പം എത്തിയതും പാസ്വാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. टीम के मात पिक लड़ रहे हैं और NDA की सरकार बनेगी, 300 सीट से ज्यादा जीतेंगे और बिहार में 40 सीट जीतेंगे. മെയ് 7-നാണ് ഹാജിപൂരിൽ വോട്ടെടുപ്പ്. കോൺഗ്രസിന്റെ സഞ്ജീവ് പ്രസാദ് തോണിയും BSP സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളും പാസ്വാന്റെ റെക്കോർഡ് സ്വപ്നങ്ങൾക്ക് വെല്ലുവിളിയാണ്. നിതീഷ് കുമാറുമായി വേർപിരിഞ്ഞ ശേഷം BJPക്ക് ബീഹാറിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് രാംവിലാസ് പാസ്വാന്റെ സാന്നിധ്യം തന്നെയാണ്. ഈ സഖ്യത്തിലൂടെ ബീഹാറിലെ സാമുദായിക സമവാക്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് പരമാവധി നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇരു പാർട്ടികളും. ക്യാമറമാൻ ബിനു സെബാസിനൊപ്പം ഹാജിപൂരിൽ നിന്നും ബിനു അരവിന്ദൻ, മനോരമ ന്യൂസ്. ആന്ധ്രാപ്രദേശിലെ ഖമ്മം ലോക്സഭാ സീറ്റിൽ വിചിത്രമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് കാണാം. ഇവിടെ CPI ജനവിധി തേടുന്നത് കോൺഗ്രസുമായി കൈകോർത്താണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി K. നാരായണനാണ് പാർട്ടി സ്ഥാനാർത്ഥി. കേരളത്തിലും ദേശീയ തലത്തിലും CPIയുടെ പങ്കാളി CPM YSR കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഒരു ജനതയെ കൊണ്ടുപോയി എത്രമാത്രം നശിപ്പിക്കാം, ആ നശിപ്പിക്കാനുള്ള പ്രത്യശാസ്ത്രത്തിന്റെ ഭാഗമാണ് ഇന്ന് ഭരിക്കുന്ന ഭരണാധികാരികൾ. ആന്ധ്രാപ്രദേശിലെ ഖമ്മത്തെത്തിയാൽ സഖാവ് പന്ന്യൻ രവീന്ദ്രന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിലെ ശത്രു കോൺഗ്രസ് ഇവിടെ CPIയുടെ മിത്രമാണ്. കേരളത്തിലെ മിത്രം CPM ഇവിടെ ശത്രു. കൈപ്പത്തിക്കരികെയാണ് ഇവിടത്തെ അരിവാൾ നെൽക്കതിർ. ശത്രുപക്ഷത്തെ കൊടികൾ ഇങ്ങനെ കൂട്ടിക്കെട്ടാൻ കാരണമായത് തെലങ്കാന സംസ്ഥാന രൂപീകരണമാണ്. CPM ആന്ധ്ര വിഭജനത്തെ എതിർത്തപ്പോൾ CPI അനുകൂലിച്ചു. അതോടെ സംസ്ഥാനം രണ്ടാകും മുമ്പേ ഇടതുപക്ഷം രണ്ടായി. CPIക്ക് കിട്ടിയ സഹായത്തിന്റെ കൈ കോൺഗ്രസിന്റേതായിരുന്നു. They are winning nearly 10 to 15 seats. So that means we are also giving our support to them. With our votes they are winning. With their votes we are winning. So they got their own policy and we got our own policy. കോൺഗ്രസുമായുള്ള വർഗ സഹകരണത്തിന്റെ കാഴ്ചകൾ നിറപ്പകിട്ടേറിയവയാണ്. സഖാവ് നാരായണയെ ചേർത്തുപിടിക്കാനും കൊണ്ടു നടക്കാനും ഏറെ ഉത്സാഹം കോൺഗ്രസുകാർ കാണിക്കുന്നുണ്ട്. ഖമ്മത്തിലെ നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസുകാർക്കും വോട്ട് ചോദിച്ചാണ് നാരായണയുടെ പ്രസംഗങ്ങൾ. കേരളത്തിലെ സഖാക്കൾക്കും ഇത് ഉൾക്കൊള്ളാനാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. Kerala communists, they raised that issue, they discussed with the All India Party also. All India Party clarified them, the special conditions, so they are satisfied. YSR കോൺഗ്രസുമായി ചേർന്നാണ് ഖമ്മത്തെ നിയമസഭാ സീറ്റുകളിൽ CPMന്റെ മത്സരം. ദേശീയ പാർട്ടി പദവി നിലനിർത്താനുള്ള പോരാട്ടം കൂടിയാണ് CPIക്ക് ഈ തെരഞ്ഞെടുപ്പ്. ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിളർപ്പിന് മുമ്പുള്ള CPIക്ക് ആകെ കിട്ടിയ 29 സീറ്റിൽ 17 ഈ ആന്ധ്രാപ്രദേശിൽ നിന്നായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിച്ചത് CPIയുടെ നൽകൊണ്ട സ്ഥാനാർത്ഥിയായിരുന്ന രവി നാരായണ റെഡ്ഡിക്കായിരുന്നു. നെഹ്റുവിന് കിട്ടിയതിലും അധികം ഭൂരിപക്ഷം. ആ CPI ഇന്ന് ആകെ 4 സീറ്റിലാണ് ആന്ധ്രയിൽ നിന്ന് ജനവിധി തേടുന്നത്. അതിലവർക്ക് ആകെ പ്രതീക്ഷ ഖമ്മത്തുള്ള ഈ പോരാട്ടത്തിൽ. ഖമ്മത്ത് നിന്ന് ക്യാമറമാൻ BV വിനോദ് കുമാറിനൊപ്പം ജയമോഹൻ, മനോരമ ന്യൂസ്. രാഹുൽ ഗാന്ധിയെയും ദളിത് സ്ത്രീകളെയും കുറിച്ച് അപകീർത്തികരമായ പരാമർശം നടത്തിയ യോഗ ഗുരു ബാബ രാംദേവ് വിവാദത്തിൽ. മധുവിധു ആഘോഷിക്കാനും വിനോദയാത്രയ്ക്കുമായാണ് രാഹുൽ ഗാന്ധി ദളിത് കുടിലുകളിൽ പോകുന്നതെന്ന രാംദേവിന്റെ പ്രസംഗമാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. വിവാദ പ്രസ്താവനയുടെ പേരിൽ രാംദേവിനെതിരെ UP പോലീസ് കേസെടുത്തു. സംഭവം വിവാദമായതോടെ രാംദേവ് മാപ്പ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ലക്നൌവിൽ ഒരു പൊതുയോഗത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയെയും ദളിത് സ്ത്രീകളെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ബാബ രാംദേവിന്റെ വാക്കുകൾ. രാഹുൽ ഗാന്ധി ഒരു വിദേശ വനിതയുമായി പ്രണയത്തിലാണെന്നും എന്നാൽ ഇവരെ വിവാഹം ചെയ്യാൻ സോണിയാഗാന്ധി അനുവദിക്കുന്നില്ലെന്നും പറഞ്ഞാണ് രാംദേവ് തുടങ്ങിയത്. വിദേശിയെ വിവാഹം ചെയ്താൽ
രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ സാധിക്കില്ലെന്ന് സോണിയ ഭയക്കുന്നു. എന്നാൽ ഒരു ദളിത് പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ രാഹുലിന്റെ സമയം തെളിയുമെന്നും പ്രധാനമന്ത്രി കസേര ലഭിക്കുമെന്നും രാംദേവ് പറഞ്ഞു. तूने विदेशी लड़की से ब्याह करा लिया तो तू प्रधानमंत्री नहीं बनेगा. देसी से वो कराना नहीं चाहता. हनीमून करने के लिए, पिकनिक के लिए जरूर दलितों के घर में जाता है, लेकिन किसी दलित की लड़की से शादी कर लेता तो वो भी दोलंत बंद हो जाती. ദളിത് സ്ത്രീകളെ അപമാനിക്കുന്നതാണ് രാംദേവിന്റെ വാക്കുകളെന്ന ആരോപണവുമായി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ രംഗത്തെത്തി. പ്രചാരണ രംഗത്തു നിന്ന് രാംദേവിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ദളിത് സ്ത്രീകളെ അപമാനിച്ചതിന്റെ പേരിൽ ഉത്തർപ്രദേശ് പോലീസാണ് രാംദേവിനെതിരെ കേസെടുത്തത്. വാക്കുകൾ വിവാദമായതോടെ വിശദീകരണവുമായി രാംദേവ് തന്നെ രംഗത്തെത്തി. ദളിതരെ പരിഹസിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തന്റെ വാക്കുകൾ പിൻവലിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മോദിയുടെ ഭാര്യ യശോദാബെന്നിനെ ഉത്തരാഖണ്ഡിൽ ബാബ രാംദേവിന്റെ ആശ്രമത്തിൽ രഹസ്യമായി പാർപ്പിച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. മനോരമ ന്യൂസ്, ഡൽഹി. ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്ക് മുതിർന്ന നേതാവ് LK അദ്വാനിയുടെ പ്രശംസ. മോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് മുമ്പെങ്ങും കാണാത്ത വികസനമായിരിക്കും നടക്കുകയെന്ന് അദ്വാനി പറഞ്ഞു. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നിർബന്ധമാക്കിയ ഗുജറാത്ത് സർക്കാരിന്റെ നടപടി രാജ്യത്തിനൊന്നാകെ മാതൃകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗാന്ധിനഗറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു LK അദ്വാനി. ഇടുക്കിയിൽ UDF പരാജയപ്പെട്ടേക്കുമെന്ന മുന്നറിയിപ്പുമായി ഐ ഗ്രൂപ്പ് രംഗത്ത്. പരാജയപ്പെട്ടാൽ പ്രധാന ഉത്തരവാദിത്വം PT തോമസിനും DCC പ്രസിഡന്റ് റോയ് K പൗലോസിനുമാണെന്നാണ് ഐ ഗ്രൂപ്പ് ആരോപണം. PT തോമസ് എരുതിയിൽ എണ്ണയൊഴിച്ചെന്നും റോയ് K പൗലോസ് നിസ്സംഗത പുലർത്തിയെന്നും ആരോപണമുണ്ട്. അതേസമയം ഡീൻ കുര്യാക്കോസ് ജയിച്ചാൽ അത് ഇടതുപക്ഷത്തിന്റെയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെയും വീഴ്ച മൂലമാവും എന്നുമാണ് വിലയിരുത്തൽ. കുമളിയിൽ പ്രത്യേക ഗ്രൂപ്പ് യോഗം വിളിച്ചാണ് ഐ ഗ്രൂപ്പ് കാര്യങ്ങൾ വിലയിരുത്തിയതും ആരോപണങ്ങൾ ഉന്നയിച്ചതും. തിരഞ്ഞെടുപ്പിൽ ജയിക്കാനും തോൽക്കാനുമുള്ള കാരണങ്ങൾ അക്കമിട്ട് നിരത്തി ഐ ഗ്രൂപ്പ് നോട്ടീസ് തയ്യാറാക്കി. കസ്തൂരി രംഗനിലെ PT തോമസിന്റെ നിലപാടും ഇടുക്കി ബിഷപ്പുമായുള്ള ഏറ്റുമുട്ടലും ശത്രുക്കളെ വർദ്ധിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും PT പ്രസ്താവനകൾ തുറന്നത് തിരിച്ചടിയായി. MM മണിയും ഇടുക്കി ബിഷപ്പും ആളെ കൊല്ലികളെന്ന PTയുടെ വാക്കുകൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായെന്നും കുറ്റപ്പെടുത്തുന്നു. DCC പ്രസിഡന്റ് റോയ് K പൗലോസ് തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനാൽ നിസ്സംഗത പുലർത്തി. അധികാരം DCC പ്രസിഡന്റിൽ മാത്രം കേന്ദ്രീകരിച്ചു. പക്ഷേ പൂർണ്ണ പരാജയമായിരുന്നെന്നും ഐ ഗ്രൂപ്പ് വിലയിരുത്തുന്നു. ഇതിനു പുറമെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ യഥാസമയം പരിഹരിക്കാത്ത സർക്കാർ നടപടി ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് വളമായെന്നും ആരോപണമുണ്ട്. ഇങ്ങനെ തോൽക്കാനായി 2.5 പേജ് നിറയെ കാരണങ്ങൾ നിരത്തുമ്പോൾ ജയിക്കാനുള്ള കാരണങ്ങൾ 5 വരിയിൽ ഒതുങ്ങുന്നു. CPMലെ നിസ്സംഗതയും സഭയിലെയും സമിതിയിലെയും അനൈക്യവുമാണ് പ്രധാന കാരണങ്ങൾ. SNDP യോഗത്തിന് നിലപാട് ഗുണം ചെയ്തെന്നും വിലയിരുത്തുന്നു. ഈ നോട്ടീസ് KPCC പ്രസിഡന്റ് കൈമാറാനാണ് തീരുമാനം. നേരത്തെ ഐ ഗ്രൂപ്പ് നേതാവ് EM ആഗസ്തി കാലുവാരിയതായി ഒരു വിഭാഗം A ഗ്രൂപ്പ് അംഗങ്ങൾ പരാതി നൽകിയിരുന്നു. ഇതിനുള്ള മറുപടിയാണ് ഐ ഗ്രൂപ്പിന്റെ നീക്കമെന്ന് വിലയിരുത്തുന്നു. മനോരമ ന്യൂസ്, ഇടുക്കി. വോട്ട് ഇന്ത്യ സമാപിക്കുന്നു. ഇനി IPL സോൺ.